ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ ഡെമോക്രസി എന്നത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ പൊതുവായിട്ട് അതിൻ്റെ ഒരു കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് പറയാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഒരു പൊതുവായിട്ട് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, എങ്ങനെയാണ് വെല്ലുവിളികളുടെ ഒരു പരിണാമം എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ വെല്ലുവിളികളിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളൊന്നും ജനാധിപത്യ രാജ്യങ്ങളല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ജനാധിപത്യത്തിന്റെ ഒരു കോമൺ ഫ്രെയിംവർക്കിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു പൊതു ചട്ടത്തിനുള്ളിൽ എല്ലാ രാജ്യങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും പെടുത്താൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒന്നാം ലോക മഹാരാജ്യമായിട്ടുള്ള അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒരു ചട്ടക്കൂടിലേക്ക് മറ്റ് രാജ്യങ്ങളെ, മൂന്നാം ലോക രാജ്യങ്ങളെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അമേരിക്കയിൽ തന്നെ ജനാധിപത്യത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടുത്തെ വലതുപക്ഷ അല്ലെങ്കിൽ കുറെ കൂടെ മുതലാളിത്ത വ്യവസ്ഥയുടെ തത്വങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ജനാധിപത്യത്തെ വളരെ മഹത്വപരമായിട്ട് തോന്നും പോലും ഒരു വംശീയതയുടെ, റേസിസത്തിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അവരെങ്ങനെയാണ് മറ്റു രാഷ്ട്രങ്ങളോട് ഇടപെടുന്നുള്ളൊരു ഇതിന്റെ പേരിൽ ആ പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യത്തെ സ്വഭാവത്തെ നമ്മളൊന്നും കൂടെ വിമർശനാത്മകമായിട്ട് കാണേണ്ടി വരും. ആ പറഞ്ഞ പോലെ തന്നെ അതേ തത്വങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നാം ലോക രാജ്യങ്ങളുടെ ചൂഷണത്തിൽ നിന്നും വിമുക്തരായിട്ട് ഇതുവരെ ജനാധിപത്യത്തിന്റെ എക്സ്പീരിയൻസുകൾ ഒന്നുമില്ലാതെ ആദ്യം തൊട്ട് തുടങ്ങി ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചോളം രാജ്യങ്ങളിലെ വേറൊരു ഫ്രെയിംവർക്കിൽ, വേറെ ചട്ടത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ കാണാൻ വേണ്ടത്. അപ്പൊ പൊതുവെ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വികസിത രാജ്യങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ജനാധിപത്യത്തിന്റെ പ്രശ്നങ്ങൾ മറ്റൊരു രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത്. ഇതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഓരോന്നായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, അടിസ്ഥാനപരമായിട്ട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. പല വെല്ലുവിളികളാണ്. ഇപ്പം ഒന്നാം ലോക രാജ്യങ്ങളെ സംബന്ധിച്ചോളം നിലവിലെ ജനാധിപത്യ സംവിധാനത്തിനുള്ളിലെ നൂതനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ പുതിയ ജനാധിപത്യ രാഷ്ട്രങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാത്ത ഒരു രാജ്യത്തിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു പട്ടാള ഭരണത്തിൽ നിലനിൽക്കുന്ന, ഇപ്പം ഉദാഹരണത്തിന് രാജ്യഭരണമായിരുന്നു നേപ്പാൾ. അതിനുശേഷം അവര് വിപ്ലവം നടത്തി, കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ കുറച്ചു കാലം കടന്നുപോയി. പിന്നെ കുറച്ചു കാലം പട്ടാള ഭരണത്തിൻ്റെതായിട്ടുള്ള ഏകദേശം സ്വഭാവം ഉണ്ടായിരുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവർ ഏകദേശം ജനാധിപത്യത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ ഒട്ടേറെ വളരെ പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സ് തന്നെയാണ്. നിലവിലത്തെ ഒരു വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ആദ്യം ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ടൊരു രൂപത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രശ്നങ്ങളും ചെറിയൊരു നൂൽപ്പാലമാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗത്തിലേക്കാണ് അത് പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈജിപ്തില് ഈ പറയുന്ന ഈജിപ്ഷ്യൻ സ്പ്രിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ട്യൂണീഷ്യയിൽ ആരംഭിച്ച് ഈജിപ്തിലേക്ക് വന്ന് അപ്പോഴത്തേക്ക് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു സംവിധാനത്തെ അവർ തകർത്തെറിഞ്ഞെങ്കിലും ഏകദേശം സമാന സ്വഭാവമുള്ളൊരു പട്ടാള ഭരണത്തിലേക്ക്, പിന്നീട് പഴയ രീതിയിലേക്ക് തന്നെ ഏകദേശം ഉള്ള ഒരു ഭരണത്തിലേക്കുമാണ് ഈജിപ്ത് കടന്നു വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ പല രാജ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇറാഖിലെ സദാം ഹുസൈനെ തകർത്തെറിഞ്ഞുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള യുദ്ധം നടന്നതിന് ശേഷം അമേരിക്ക പറഞ്ഞ പ്രഖ്യാപിത ലക്ഷ്യം ഏകാധിപത്യത്തേക്ക് മാറിയിടുന്ന ഒരു ജനാധിപത്യവും ഇതെല്ലാം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് എണ്ണയ്ക്ക് മേലുള്ള നോട്ടം ഉണ്ടെന്ന് ഉള്ളതുണ്ട്. അതുപോലത്തെ ഒട്ടേറെ കാരണങ്ങൾ, ആരോപണങ്ങളുണ്ട്, ചില വസ്തുതകളുണ്ട്. അപ്പൊ എന്നിരുന്നാലും നമുക്ക് നോക്കേണ്ട എന്താണ് നിലവിലത്തെ റിസൾട്ട്. നിലവിൽ ഒന്നുമില്ലാത്തൊരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ
രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇറാഖ് എത്തി നിൽക്കുന്നത്. അപ്പം ചിലപ്പോൾ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥയെക്കാട്ടിലും ജനാധിപത്യ രഹിതമായിട്ടൊരു സ്വഭാവത്തിലേക്ക് മറികടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇറാഖ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. അപ്പം ഈ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ജനാധിപത്യ രഹിതമായിട്ടുള്ള ഈ ജനാധിപത്യ രഹിതം എന്ന് പറയുമ്പോഴത്തേക്കും ആ വാക്ക് എന്താണ് വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. കാരണം ഒന്നാം ലോക രാജ്യങ്ങളുടെ കാഴ്ചപ്പാടില് ജനാധിപത്യം ആയിരിക്കണമെന്നില്ല ഒരു പൊതു സമൂഹത്തിന്റെ അല്ലെങ്കിൽ കുറച്ചും കൂടെ മാറിയിട്ടുള്ള ഒരു മാർജിനലൈസ്ഡ് സെക്ഷനെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനാധിപത്യ സ്വഭാവത്തെ പരിഗണിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ഒന്നാം ലോക രാജ്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥിതി പറയുന്ന ഒരു ലിബറൽ കാഴ്ചപ്പാടിലുള്ള ഒന്നായിരിക്കില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള ഒരു ജനാധിപത്യം ആയിരിക്കില്ല ഈ പറയുന്ന പാർശ്വവൽക്കരിത സമൂഹത്തെ എപ്പോഴും ഉൾക്കൊള്ളണം നിർബന്ധമില്ല. അപ്പം ഇതെല്ലാം പരസ്പരം ഈ ഐഡിയോളജികളെല്ലാം വിമർശന ക്രിറ്റിക്കലായിട്ട് നമ്മൾ അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് നമ്മൾ കാണേണ്ട ഒരു ഇതാണ്. അതല്ലാതെ ജനാധിപത്യം ഈ പറയുന്നതാണ് ജനാധിപത്യം, ഇതാണ് ജനാധിപത്യം എന്നുള്ള രീതിയിലും അർത്ഥമാക്കേണ്ടത്. അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം നിലവിലത്തെ ഇത്തരം വെല്ലുവിളികളെ 3 ആയിട്ടാണ് പൊതുവെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, ചലഞ്ചസ് ഓഫ് ഫൗണ്ടേഷൻ. അത് നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയൊരു കാര്യമാണ്. അതായത് ഒരു ജനാധിപത്യ രഹിതമായിട്ടല്ല അല്ലെങ്കിൽ ഒരു ശൈശവ ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചോളം നേരിടുന്ന പ്രശ്നങ്ങളാണ് എന്താണ്, വെല്ലുവിളികളാണ് എന്താണ് ചലഞ്ചസ് ഓഫ് ഫൗണ്ടേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നിലവിലത്തെ രാജഭരണമായിരിക്കാം, പട്ടാളഭരണമായിരിക്കാം, ഏകാധിപത്യമായിരിക്കാം, സ്വേച്ഛാധിപത്യമായിരിക്കാം, അങ്ങനെ പലതരം ജനാധിപത്യ രഹിത അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ പൊതു കാഴ്ചപ്പാടിന് പുറത്തു നിൽക്കുന്ന കാഴ്ചപ്പാടുകളായിരിക്കാം. അപ്പം ഇത്തരത്തിലുള്ളൊരു ഈ ഘട്ടത്തിൽ നിന്നും ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമുള്ള അല്ലെങ്കിൽ പ്രാഥമിക രീതിയിലേക്കെങ്കിലും എത്തിച്ചേരണമെന്ന് നമ്മൾ പറഞ്ഞു വലിയ കടമ്പകൾ നമുക്ക് കടക്കേണ്ടിയിരിക്കും. അങ്ങനെ ആ കടന്നതിന് ശേഷം നമുക്ക് മുമ്പിൽ എന്തുണ്ട്, ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നിലവിലത്തെ ആളുകളെ കൺവിൻസ് ചെയ്തിട്ട് മനസ്സിലാക്കിച്ച് ഈ പറയുന്ന പലതരം മെത്തേഡുകളിലൂടെ ടൂളുകളിലൂടെ എന്താണ് വിപ്ലവമോ സമരമോ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും എന്താണ് ആ ജനാധിപത്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നിലവിലത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കണം. ആ താഴെ ഇറക്കിയിട്ട് എന്ത് ചെയ്യണം, നിലവിൽ അവരുടെ മനസ്സിലുള്ള ജനാധിപത്യ സ്വഭാവത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം അവിടുത്തെ ജനങ്ങളെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ആ തയ്യാറാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം, അപ്പൊ അറിയാം അവിടുത്തെ ജനാധിപത്യ സ്വഭാവമുള്ള എന്താണ് ജനാധിപത്യ സംവിധാനങ്ങളെ കാണണം. നിയമനിർമ്മാണ സംവിധാനങ്ങള് അതുപോലത്തെ സംവിധാനങ്ങൾ രൂപീകരിക്കണം. അതിനോടൊപ്പം എന്ത് ചെയ്യണം, ഒരേ സമയം എന്താണ് മിലിറ്ററി എന്ന് പറയുന്നത്, ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് എനിക്കും നെസസറി ഈവിളാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശാപം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താണ്, ഈ പറയുന്ന ജനാധിപത്യ സ്വഭാവത്തെ പുറത്തുനിന്നുള്ളൊരു ആക്രമണത്തിൽ നല്ല ഉള്ളിൽ നിന്നുള്ള ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയിൽ നിന്നും ആ ചട്ടക്കൂടിനുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കാൻ ഈ പറയുന്ന ഫോഴ്സിന് ആവശ്യമാണ്. എന്നാൽ ഫോഴ്സിന് അത്യന്താപേക്ഷിതമായിട്ട് എന്താണ് ഒരു ബാധ്യത കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും ഡെമോക്രസിന്റെ വാളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് എപ്പോൾ വേണമെങ്കിൽ താഴേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു വാള് പോലെ നിലനിൽക്കുന്ന ഒരു നൂലിൽ കെട്ടിയിരിക്കുന്ന വാള് പോലെയാണ് എന്താണ്, അത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ തലയിൽ വീഴാം എന്നുള്ളത് പോലെയാണ് ജനാധിപത്യ സ്വഭാവത്തിൽ ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ മിലിറ്ററിയുടെ. എപ്പോൾ വേണമെങ്കിൽ അവർ അധികാരം പിടിച്ചെടുക്കാം. ആ അധികാരത്തെ ഒരു സിവിൽ മിലിറ്ററി അല്ലെങ്കിൽ ജനായത്ത രാഷ്ട്രീയ മിലിറ്ററി ചട്ടക്കൂടിനുള്ളിൽ പരിധിക്കുള്ളിൽ നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഒരു ഈ പരിധിക്കുള്ളിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തിലെ നീക്കിയത് ഫൗണ്ടേഷൻ ഓഫ് ചലഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ്, വെല്ലുവിളിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ പരിധിക്കുള്ളിൽ മിലിറ്ററി നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പം വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്, ഒരു രാഷ്ട്രം അതിന്റെ കടമകൾ, ഇപ്പൊ നമ്മൾ ഭരണഘടനയിൽ
ഒരു രാഷ്ട്രത്തിന് സർക്കാർ ഉണ്ടാവുമെന്നും ആ സർക്കാരിന്റെ വിവിധ ഫംഗ്ഷനുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഭരണഘടനയുടെ ചർച്ചകളിലെല്ലാം കേൾക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫംഗ്ഷണൽ ആയിട്ടുള്ളൊരു പ്രാവർത്തികമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്തുണ്ട്, ഇത്തരം വെല്ലുവിളികളിലൂടെ കടന്നുകയും ഈ പറഞ്ഞ രാഷ്ട്രത്തിന്റെ ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിന്റെ രൂപീകരണം നടക്കുകയും ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്, പ്രാവർത്തികമായിട്ടുള്ള ഒരു രാഷ്ട്രം കൊണ്ടുവരികയും ചെയ്യണം. അതാണ് ഫൗണ്ടേഷൻ ഡെമോക്രസിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഫൗണ്ടേഷൻസ് ഓഫ് ചലഞ്ചസ് ഓഫ് ഫൗണ്ടേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ രൂപീകരണം തന്നെ. അതിനകത്ത് കോടതികളുണ്ട്, പിന്നെന്തുണ്ട്, നിയമനിർമ്മാണ വ്യവസ്ഥകളുണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. അതുപോലെ തന്നെ അധികാര വിഭജനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അധികാരത്തെ ഒറ്റ ഇതിലൂടെ കേന്ദ്രീകരിക്കാതെ നമ്മൾ പറഞ്ഞ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ലെജിസ്ലേച്ചറായിട്ടും എക്സിക്യൂട്ടീവ് ആയിട്ടും ജുഡീഷ്യറി ആയിട്ടും, അത് കൺവെൻഷണൽ ആയിട്ടുള്ള 3 അവയവങ്ങൾ മാത്രമാണിത്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള കൂടുതൽ വിഭജനങ്ങളും ചിലപ്പോൾ വേണ്ടിവരും, സെപ്പറേഷൻ വേണ്ടിവരും. അതുപോലെ അധികാര വികേന്ദ്രീകരണം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. എങ്ങനെയാണ് ആളുകളിലേക്ക് അത് അടുത്തൊരു എക്സ്പാൻഷൻ ഓഫ് ഡെമോക്രസിയുടെ എക്സ്പാൻഷൻ സമയത്ത് അല്ലെങ്കിൽ വികാസ സമയത്ത് വെല്ലുവിളികളുടെ കൂട്ടത്തിൽ പെടുന്നതുമാണ് ഈ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനിയിപ്പം രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ഓഫ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, ചലഞ്ചസ് ഓഫ് ഫൗണ്ടേഷന്റെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് കുറച്ചു കാലത്തിന് ശേഷം വേരുറച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ശൈശവ ജനാധിപത്യങ്ങളിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണ് എന്താണ്, ചലഞ്ചസ് ഓഫ് എക്സ്പാൻഷൻ. ഈ പറയുന്ന ഇവരുടെ ജനാധിപത്യത്തെ കുറെ കൂടെ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഏതെന്നാണ് ഉള്ളത്, ചലഞ്ചസ് ഓഫ് എക്സ്പാൻഷൻ. അത് ചലഞ്ചസ് ഓഫ് ഫൗണ്ടേഷൻസ് ഇന്ത്യ 1950കളിലും ഒരു 70കൾക്കിടയിലാണ് അത് അനുഭവിച്ചിരുന്നെങ്കിൽ നിലവിൽ ഏകദേശം 10-20 കൊല്ലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് എക്സ്പാൻഷൻ ആണ്. ചലഞ്ചസ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ജനാധിപത്യം വികസിപ്പിക്കുന്നതിലെ വെല്ലുവിളികളാണ്. ഒന്നെന്താണ്, ജനാധിപത്യ തത്വങ്ങൾക്ക് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. അതായത് ഒരു ശൈശവ ജനാധിപത്യത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ഡെമോക്രസി എന്നുള്ള രീതിയിൽ, ഇൻഫന്റൈൽ ഡെമോക്രസി എന്നുള്ള രീതിയിൽ ഒരു രാജ്യം എടുക്കുന്ന ജനാധിപത്യ സ്വഭാവം ആയിരിക്കില്ല, അല്ലെങ്കിൽ തത്വങ്ങൾ ആയിരിക്കില്ല ജനാധിപത്യത്തിന് വികസിതമായിട്ടൊരു കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിൽ എടുക്കേണ്ടി വരിക. മുൻപ് ഈ പറയുന്ന ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജനാധിപത്യത്തിൽ ഇല്ലാത്തപ്പോഴും ഉള്ള ജനറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്താണ്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ആർമി ഫോഴ്സ് ഉണ്ട്, പോലീസിംഗ് ഉണ്ട്. ഇതൊരു പോലീസ് സ്റ്റേറ്റിന്റെ സ്വഭാവത്തിൽ നിന്നും ഒരു വെൽഫെയർ സ്റ്റേറ്റിലേക്ക് കൂടെ മറികടക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. വെൽഫെയർ സ്റ്റേറ്റിന് ഉപരി ഒരു പീപ്പിൾ സെൻട്രിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ജനകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ വ്യവസ്ഥയിലേക്ക് കടക്കുക എന്നുള്ളൊരു വളരെ പ്രയാസം നിറഞ്ഞൊരു വെല്ലുവിളി ഈ രാഷ്ട്രങ്ങൾക്ക് മുമ്പിലുണ്ട്. ഏതാണ്, ഈ എക്സ്പാൻഷൻ ടൈമിൽ. അപ്പം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾക്ക് കാലാനുസൃതമായിട്ടുള്ള മാറ്റം കൊണ്ടുവരണം, സ്ഥാപനങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ മാറ്റത്തിനനുസരിച്ചുള്ള വ്യവസ്ഥിതികളെ ആരിലേക്ക് സന്നിവേശിപ്പിക്കണം അല്ലെങ്കിൽ ആരിലേക്ക് പ്രയോഗം നടത്തണം, അതും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം മിക്ക രാജ്യങ്ങളും എന്താണ്, വിഭിന്നമായിട്ടുള്ള സംസ്കാരങ്ങൾ, അത് രാഷ്ട്രം എത്രത്തോളം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട് വിഭിന്നമായിട്ടുള്ള രാഷ്ട്രങ്ങളെ. എല്ലാവരെയും അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ എന്താണ്, നിലവിൽ അംഗീകരിക്കുന്നത്. പക്ഷെ ചില രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു വിഭിന്നതയെ, വൈവിധ്യത്തെ അംഗീകരിക്കാത്ത ചില രാഷ്ട്രങ്ങളുമുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അപ്പം ജനാധിപത്യ തത്വങ്ങൾ നവീകരിക്കണം. അതുപോലെ തന്നെ വിഭിന്നമായിട്ടുള്ള സംസ്കാരങ്ങള്, ഭാഷകള്, മതങ്ങള്, സമൂഹങ്ങള് ഒക്കെ പരിഗണിച്ചു വേണം, അവരുടെ ഇടയിലേക്ക് വേണം ജനാധിപത്യത്തിന്റെ ഈ നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ കാലാനുസൃതമായിട്ട് ഇവർ കൊണ്ടുവരുന്ന മാറ്റത്തെ ഇവരിലേക്ക് പ്രവേശിപ്പിക്കുക. അതുപോലെ തന്നെ നിലവിലുള്ള വ്യവസ്ഥകളിൽ ഈ പറയുന്ന എല്ലാ സംസ്കാരം നിലവിൽ ഇവരെ പരിഗണിക്കാതെ ആയിരുന്നു ജനാധിപത്യമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, ജനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു ജനാധിപത്യത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു 10-20 കൊല്ലത്തോളം എനിക്ക് തോന്നുന്നു അന്നത്തെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹത്തെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരുന്നില്ല ഇന്ത്യയുടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. അത് കൂടുതലും ഭരണഘടന നിർമ്മിതമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കടന്നുപോക്കായിരുന്നെങ്കിൽ
ഏകദേശം 70 അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലായും ജനങ്ങളെയും കൂടെ കുറെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന അതല്ലെങ്കിൽ ജനകേന്ദ്രീകൃതമായിട്ടൊരു സമൂഹത്തിലേക്ക് കടന്നു വരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പൂർണ്ണമായിട്ട് അർത്ഥത്തിൽ അതും വന്നിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഇത്തരം വൈവിധ്യങ്ങളെ കുറിച്ച് ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നേരിടുന്നുണ്ട്. 10-20 കൊല്ലത്തോളം നമുക്ക് 10-20 കൊല്ലം ഈ രീതി മുന്നോട്ട് പോകുന്നു. പിന്നീട് അതിനുശേഷം കോൺഗ്രസ് ഡോമിനൻസിന് ശേഷം കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്നും പല പാർട്ടികളിലേക്ക് പോവുകയാണ്. പിന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ഒരു വളർച്ചകൾ വരുന്നു. ഒപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആരംഭിച്ച പ്രാദേശികവാദമായിട്ടുള്ളതുണ്ട്. വിഘടന സ്വഭാവമുള്ള രാഷ്ട്രങ്ങള്, അതുപോലെ വിഘടന സ്വഭാവമുള്ള സമരങ്ങള്, ഇവയെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇതൊന്ന് ശരി ഒന്ന് തെറ്റെന്നുള്ളതല്ല. ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ നമുക്ക് സ്വാഭാവികമായി കാണേണ്ട കാര്യങ്ങൾ കൂടെ തന്നെയാണിത്. അപ്പം അധികാര വികേന്ദ്രീകരണം, ഫെഡറലിസം, അതുപോലെ തന്നെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് പാർശ്വവൽക്കൃത സമൂഹങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത്. പാർശ്വവൽക്കര സമൂഹം വെല്ലുവിളിയാന്നുള്ളതല്ല അർത്ഥം. പാർശ്വവൽക്കര സമൂഹത്തെ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു പ്രക്രിയ നിലവിലുള്ള സംവിധാനത്തെ സംബന്ധിച്ചോളം വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. ഇന്ത്യ ഉദാഹരണമാണ്. ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം എങ്ങനെയാണ് ഇവിടുത്തെ സവർണ കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ സമൂഹം അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. വലിയ ലഹള തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് വലിയ ലഹളകൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇത്രത്തോളം ഇന്ത്യയിലെ സവിശേഷമായിട്ടുള്ള സാഹചര്യത്തില് ഈ പറയുന്ന ഒരു സാമൂഹികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ജനാധിപത്യ സ്വഭാവം കൂടുതൽ കൊണ്ടുവരാൻ, ജനാധിപത്യത്തിന്റെ വികാസത്തിലേക്ക് ഈ പറയുന്ന പാർശ്വവൽകൃത സമൂഹങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ തന്നെ ഇൻക്ലൂസീവ്നെസ്, അതല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പ്രക്രിയയിൽ ജനാധിപത്യത്തിലേക്ക് അവരെ കൂടുതൽ ഉൾപ്പെടുത്താൻ പുറത്തു നിൽക്കുന്ന ആളുകളാണ്, അപ്പോൾ പുറത്തു നിർത്തപ്പെട്ട ആളുകളാണ്. ഈ ആളുകളെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പോലും ഈ പറയുന്ന പ്രബുദ്ധ ജനാധിപത്യ സമൂഹം എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിനോട് പ്രതികരിച്ച രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ ചർച്ച ചെയ്യുന്ന ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ, നമ്മൾ ന്യൂനപക്ഷങ്ങളുടെ ഈ പറയുന്ന ഇന്ത്യയിലെ പാർശ്വവൽക്കര സമൂഹങ്ങളിൽ ഉള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ദളിതരുണ്ട്, ആദിവാസികളുണ്ട്, ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്, LGBTQ എന്ന് പറയുന്ന ആൺപെൺ സമൂഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൊതു കാഴ്ചപ്പാടിൽ നിന്നും പുറത്തു നിൽക്കേണ്ടി വന്ന സമൂഹത്തെ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് LGBTQ എന്ന് പറഞ്ഞ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ എന്നാണ് LGBTയുടെ ഇതെന്ന് പറഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പാർശ്വവൽകൃത സമൂഹങ്ങൾ ഇന്നും എന്ത് ചെയ്യുകയാണ്? 60-70 കൊല്ലത്തോളമായിട്ട് ഇപ്പോഴും അതേ സാഹചര്യത്തിൽ അവര് പണ്ടുണ്ടായിരുന്ന അതേ സാഹചര്യത്തിൽ തന്നെ നിലനിൽക്കേണ്ടി വരുന്ന, എക്സ്ക്ലൂസീവായിട്ട് നിലനിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കൽ പോലും ഈ ജനാധിപത്യത്തിന്റെ സ്വഭാവത്തിന്റെ ഉള്ളിലേക്ക് ഒരു ആഴത്തിലുള്ള ഇൻക്ലൂസീവ്നെസ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാതി വിവേചനം. ഇന്ന് നമുക്ക് കാണുന്ന അതിന് കൂടുതൽ ഉദാഹരണത്തിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഈ പറയുന്ന ഇൻക്ലൂസീവ്നെസ്, ജനാധിപത്യത്തിന്റെ ഇൻക്ലൂസീവ്നെസ് വന്നിട്ടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ദളിത് വിഭാഗം, ആദിവാസി വിഭാഗങ്ങൾക്ക് കൂടുതൽ ഉദാഹരണത്തിന് വേണ്ടി വരില്ല. കാരണം നിരന്തരം നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പോലും ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാതിരുന്നത് സ്ത്രീ പക്ഷമായിട്ടുള്ള രാഷ്ട്രീയത്തിന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പോലും ഉയരാൻ പറ്റിയിട്ടില്ല എന്ന് കാണുന്നു. അതിന് പുറമെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുമ്പോൾ സ്ത്രീ രാഷ്ട്രീയക്കാർ പ്രത്യേകമായിട്ട് നേരിടേണ്ടി വരുന്ന അപമാനങ്ങളെല്ലാം ഈ പറയുന്ന കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ 70 കൊല്ലങ്ങൾക്കുള്ളിൽ സ്ത്രീകൾ ഒട്ടും ഈ ജനാധിപത്യത്തിന്റെ ഫ്രെയിംവർക്കിൽ, ചട്ടത്തിലേക്ക് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം പുറമെ അല്ലെങ്കിൽ LGBT സമൂഹത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ 2018 1864 നിലവിൽ വന്ന ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ നവീകരണം ഉണ്ടാകുന്നത് 2018 സ്വവർഗ ലൈംഗിക ബന്ധത്തെ അല്ലെങ്കിൽ സെയിം സെക്സിനെ, മാരേജസിനെ
ഡീക്രിമിനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുകയാണ്, സ്വവർഗത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹത്തെ ക്രിമിനൽ വൽക്കരിച്ചെന്ന് അവരെ എന്താണ് സവിശേഷമായിട്ടുള്ള ജനാധിപത്യ സമൂഹത്തിലേക്ക് അവരെ അംഗീകരിക്കുന്നത് തന്നെ 2018 അപ്പൊ ഇതെല്ലാം നമുക്ക് മുൻപിൽ കാണിക്കുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചാലഞ്ചസ് ഓഫ് എക്സ്പാൻഷൻ ആണ്. അതായത് ഒരു ജനാധിപത്യ സ്വഭാവത്തിന്റെ വികാസത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളാണ്. ഇതല്ല വെല്ലുവിളികൾ, ഇതിനെ എന്താണ് ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിച്ച സമൂഹം പാർശ്വവൽക്കരിച്ച ഈ വിഭാഗങ്ങളെ എന്ത് ചെയ്യണം, സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും നടുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രത്തിന് മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ജനസമൂഹത്തെ നിയന്ത്രിക്കുന്ന ആളുകളെ നേരിട്ടുകൊണ്ട് ഇതിനെ മാറ്റം വരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ആളുകളെല്ലാം വെല്ലുവിളി ഈ ആളുകളുടെ നേതൃത്വത്തിലിരിക്കുന്ന ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് മാറ്റം കൊണ്ടുവരാൻ. അതുപോലെ ഡീപ്പനിങ് ഓഫ് ഡെമോക്രസി, ഇപ്പൊ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളികളാണ് ഇത്തരത്തിലുള്ള, അതായത് ജനാധിപത്യം വികസിച്ചു, അപ്പൊ കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ ജനാധിപത്യ സ്വഭാവത്തെ കൊണ്ടുവരുമ്പോഴത്തേക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒന്ന്, കൂടുതലായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ വളരെ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനാത്മകമായിട്ടുള്ള സമൂഹമായിരിക്കും. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാകുക. അപ്പോഴത്തേക്കും ആ സമൂഹത്തിലെ ആളുകൾക്ക് എന്തുണ്ടായിരിക്കും, ജനാധിപത്യത്തെ കുറിച്ച് ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. അത് പലപ്പോഴും എന്തായിരിക്കാം, ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനോട് വേറെ എതിര് നിൽക്കുന്ന കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് എന്താണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അതിനെ അധികാരം വികേന്ദ്രീകരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിനെ ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കൂടുതൽ നവീകരണം ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ആവശ്യമാണ്. എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം ആവശ്യമാണ്. ആളുകളുടെ പങ്കാളിത്തം ആവശ്യമാണ്. ജനാധിപത്യത്തിന്റെ ഡെഫിനിഷൻസിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. എന്താണ് ജനാധിപത്യം എന്നുള്ള സ്വഭാവത്തിൽ. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇൻക്ലൂസീവ്നെസ്സിനെ നിന്നും അതിന്റെ കൂടുതൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ വിഭാഗത്തിന്റെ ഒരു പാർശ്വവൽകൃത സമൂഹവും കേന്ദ്രീകൃത സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ കുറെ കൂടെ ഇന്റർസെക്ഷണൽ ആയിട്ട് വിഭാഗങ്ങളായിട്ട് വളരെ ബൈനറി ആയിട്ടുള്ള കാഴ്ചപ്പാട്. ബൈനറി എന്ന് പറഞ്ഞാൽ ഒന്നും പൂജ്യം തന്നെ, ഒന്നെങ്കിൽ ഇത് ഇല്ലെങ്കിൽ ആ രീതിയിലല്ലാതെ കുറെ കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള, കുറെ കൂടി ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കണം എന്തിനുണ്ടായിരിക്കേണ്ടത്, സമൂഹത്തിന് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകേണ്ടത്. അപ്പം ഇതിനെല്ലാം ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഡീപ്പനിങ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇപ്പോഴും ജാതി വിവേചനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ എന്താണ് കുറെ കൂടെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതേ വിഷയത്തിന് തന്നെ വേറെ ഒരു എക്സ്റ്റൻഷനെ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അമേരിക്കയിലൊക്കെ. അപ്പം അമേരിക്കയിൽ ഇപ്പോഴും റേസിസത്തിന്റെ പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെ അവിടുത്തെ വെള്ളക്കാരുടെ സമൂഹം എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള ഒരു കാര്യവും അതിനുള്ളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, ഒരു വൈറ്റ് മാൻ സൂപ്രമസി, അങ്ങനെ വൈറ്റ് മാൻ പ്രിവിലേജ് എന്നൊക്കെ പറയുന്ന, വെള്ളക്കാരുടെ പ്രിവിലേജ് എന്നൊക്കെ പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് അവിടുത്തെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. പക്ഷെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ സമൂഹം ഇത്തരത്തിലുള്ള ചിന്താഗതി ജനാധിപത്യ സമൂഹം പലപ്പോഴും ഒരു നോർമൽ ചർച്ചകളിലേക്ക് എടുക്കാൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിന്റെ വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇപ്പോഴും നമ്മൾ ജാതിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും അത് വളരെ എന്തോ സമൂഹത്തിന് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയിൽ ഒന്നുകൂടിയാണ്. ആശയങ്ങളിൽ
ആ ജനാധിപത്യ സ്വഭാവം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിനെ ഈ രീതിയിൽ വേണമെങ്കിൽ ആക്കാം. എന്താണ് രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടനയ്ക്കോ അത് നൽകുന്ന മൗലിക അവകാശങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടി ഇതുവരെ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സാധിച്ചില്ല. അപ്പൊ നമ്മളിനി ഈ ഒരു ഫ്രെയിംവർക്ക് നിലനിന്നുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സവിശേഷമായ സാഹചര്യത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് റിലീജിയസ് ഫണ്ടമെന്റലിസം, അല്ലാതെങ്കിൽ മതമൗലികവാദം, വർഗീയത, കമ്മ്യൂണലിസം, അതുപോലെ തന്നെ കാസ്റ്റിസം, ജാതീയ വിവേചനം, ജാതി, പിന്നെ മറ്റ് പല കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പാർശ്വവൽക്കൃത സമൂഹങ്ങളായിട്ടുള്ള ദളിതര്, ആദിവാസികള്, ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകള്, സ്ത്രീകള്, LGBT കമ്മ്യൂണിറ്റി, ക്യൂർ കമ്മ്യൂണിറ്റി, ഇത്തരത്തിലുള്ള ആളുകൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ടമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന നിരക്ഷരത, ജാതി വിവേചനം, ദാരിദ്ര്യം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലിംഗവിവേചനം, മതമൗലികവാദം, വർഗീയത, രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം, എങ്ങനെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ കൂടുതലായിട്ട് ഇതിലേക്ക് എത്തുന്നു. അപ്പൊ അവർ വരുമ്പോഴത്തേക്കും പ്രശ്നം അവരുടെ കൂടെ എന്തുണ്ട്, ജനാധിപത്യ സ്വഭാവത്തെ എതിർക്കുന്ന ചില ഫ്രെയിംവർക്കുള്ള അക്രമ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിന്റെ ചില ഘട്ടങ്ങളിലൊക്കെ കൂടെ കടന്നു വരുന്നുണ്ട്. അപ്പം അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. പിന്നെ രാഷ്ട്രീയ കുതിരക്കച്ചവടം, ജനാധിപത്യ സ്വഭാവത്തിന്റെ പ്രതിനിധീകരണ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്ന ചില കാര്യങ്ങൾ, വോട്ട് കച്ചവടം, അതുപോലെ തന്നെ സീറ്റ് കച്ചവടം, ഇതൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയ കുതിര കച്ചവടം എന്ന് നമ്മൾ ചുരുക്കി പറയുന്നു. അതുപോലെ തന്നെ ഭരണഘടനാ പ്രതിസന്ധി, എങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അന്യോന്യം കയ്യേറുകയും അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ നിലവിലത്തെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ള ഒരു അവസ്ഥയാണ്. അതുപോലെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കാരണം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഇന്ത്യൻ ഫ്രെയിംവർക്കിൽ ഈ പറയുന്ന രീതിയിലൊരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് വളരെയധികം പങ്കുണ്ട്. ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഇതോടെ ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്.